ഞാനൊരു പെൺകുട്ടിയുടെ വോയിസ് ഇവിടെ കേൾപ്പിക്കാം. അതിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളാരും ഇങ്ങനെയൊരു സംഭവം നടന്നു ഒരിക്കലും വിശ്വസിക്കില്ല. ഒരു പക്ഷേ ഞാൻ ഈ കഥ പറയാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും എൻ്റെ സുഹൃത്തുക്കളും മറ്റു പല ആൾക്കാരും എന്നെ പിന്തിരിപ്പിച്ചു. ഇനി ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതല്ലേ, നിനക്കിത് പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന്. എന്തോ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാനൊരു ആക്ടിവിസ്റ്റോ ഒന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ് നിങ്ങളെപ്പോലെ. പക്ഷേ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസോ നമ്മുടെ നാട്ടിലെ അതോറിറ്റീസോ ഈ സ്റ്റോറി കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടണം. ഞാൻ ആ കുട്ടിയുടെ നമ്പരും മറ്റുള്ള ഡീറ്റെയിൽസും തരാം. പറ്റുമോ വെച്ചാൽ ഒന്ന് പോയി കാണണം, അതിൻ്റെ കഥ ഒന്ന് കേൾക്കണം. ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണം. ആ വോയിസ് കേട്ടോളൂ. വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ ചെറിയ മോൻ കിടന്നുറങ്ങിയിരുന്നു. ആ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്നെ പാൻറ് ഊരി എൻ്റെ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ മോൻ എഴുന്നേറ്റു. ഞാൻ അന്നാണ് ശരിക്കും എൻ്റെ മോന് ലാസ്റ്റായിട്ട് കാണുന്നത്, ഫെബ്രുവരി 23 അവിടെ നിന്ന് എന്നെ ഇഞ്ചെക്ട് ചെയ്തിട്ട്. പക്ഷേ എൻ്റെ വായിലടക്കം നിർബന്ധിച്ച് യൂറിനാക്കിയിട്ടുണ്ട് ഇയാൾ. അത്രയും എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷെ എനിക്കറിയായിരുന്നു, കാരണം എൻ്റെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്ക് അമ്മ റിലേഷനിലായ വ്യക്തിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ആ കുട്ടിയുടെ വാക്കുകൾ ഭയങ്കര സത്യമുള്ള വാക്കുകളാണെന്ന് എനിക്ക് തോന്നി. ഒരു പബ്ലിക് പ്രൊഫൈലിൽ നിന്ന് വന്നിട്ട് എന്നോട് ഇത്രയും ഓപ്പണായിട്ട് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ തന്ന ആരും കള്ളം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന വിഷമത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ് പറയാതെ ഞാൻ ആദ്യമായി എൻ്റെ വീഡിയോ നിർത്തുന്നു.